പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്ന വചനം പഠിക്കവേ ഏതാനും മസ്അലകളിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടരുകയുണ്ടായത്. അറിഞ്ഞത് മൂടിവെക്കുക എന്നുള്ളത് ശാപാർഹമായ കുറ്റമാണെന്ന് പഠിക്കുമ്പോൾ അത് എല്ലാ അറിവിൻ്റെയും വിഷയത്തിലല്ല, എല്ലാവരുടെയും മുമ്പിലുമല്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും തെളിവുകളുമാണ് നമ്മൾ പഠിച്ചു വരികയുണ്ടായത്. അതേറെ ഗൗരവപ്പെട്ട ഒരു വിഷയവും അതിപ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു മസ്അലയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നിർവഹിച്ചത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുമ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യുവീൻ. അപ്പോൾ ഒരാൾ കൂട്ടത്തിൽ നിന്ന് അകുല്ല ആമി യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് മുമ്പിൽ ഇബ്നു അബ്ബാസ് പറയുന്നത് ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ഭജിക്കുകയാണ് ചെയ്തത്, മിണ്ടാതിരുന്നു. ആ വ്യക്തി വീണ്ടും ചോദിച്ചു അകുല്ലു ആമി യാ റസൂലല്ലാഹ് എന്ന്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ഭജിച്ചു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു. ഇങ്ങനെ 3 തവണ ചോദ്യം വന്നു. മൗനം ദീക്ഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടാണ് പറഞ്ഞത് ലൗ ഖുൽതു നഅം ലവജബത്, അതെ എന്ന് ഞാൻ പ്രതികരിച്ചിരുന്നുവെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകുമായിരുന്നു. വലൗ വജബത് ലം തഖൂമു ബിഹ, അത് നിർബന്ധമായാലോ നിങ്ങൾക്കത് നിർവഹിക്കാൻ സാധിക്കുകയുമില്ല. വലൗ ലം തഖൂമു ബിഹ ഉസിബ്തും, നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ബൽ മറത്തൻ വാഹിദത്തൻ, ഹജ്ജ് ഒരു തവണ മാത്രമാണ് നിർബന്ധം. ഫമൻ സാദ ഫഹുവ തതവ്വുഉൻ, ഏറെ ഹജ്ജ് ചെയ്യുകയാണ് എങ്കിൽ അത് സ്വയം സന്നദ്ധനായി ഒരാൾ നിർവഹിക്കുന്ന പുണ്യം ആകുന്നു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളെ വിട്ടേച്ചതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവിൽ നിബന്ധനയൊന്നുമില്ലാതെ പറഞ്ഞ വിഷയങ്ങളിൽ ആ പൊതു തേട്ടം നിങ്ങൾ ഉൾക്കൊള്ളുക, അതിൻ്റെ നിബന്ധനയെക്കുറിച്ച് നിങ്ങൾ ചികഞ്ഞു ചോദിക്കാതിരിക്കുക എന്ന അർത്ഥത്തിൽ. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റതു സുആലിഹിം, പൂർവികർ നശിക്കാൻ കാരണമായത് അവരുടെ ഇത്തരത്തിലുള്ള വർദ്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, നബിമാരോട് അവർ എതിരാവുകയും ചെയ്ത വിഷയമാണ് എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറേ കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി. ഇവിടെ ഈ ചോദ്യകർത്താവിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ മൗനം ഭജിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിവ് മൂടി വെക്കലല്ല, ദീൻ മറച്ചു പിടിക്കലുമല്ല. ഇത് ബോധ്യപ്പെടാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കൂടി ഉദ്ധരിച്ചത്. ചോദ്യകർത്താക്കൾ പല താല്പര്യക്കാരും വികാരങ്ങൾ പേറിയവരുമായിരിക്കും. ഒരിക്കൽ ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, യാ അലി മദ്ദാരിയാതി ദർവ ഫൽ ഹാമിലാതി വിഖറ ഫൽ ജാരിയാതി യുസ്ര ഫൽ മുഖസ്സിമാതി അമ്ര. ഈ ആയത്തിൽ സത്യം ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. പിന്നെയോ ബിദഈ ചിന്താഗതിക്കാരനാണ് ഈ ചോദ്യകർത്താവ്. അതുകൊണ്ട് തന്നെ ഒരു ദുശ്ശാഠ്യത്തിൻ്റെ ചോദ്യമാണ്. അലി എന്താ അയാളോട് പറഞ്ഞത്? വൈലക് സൽ തഫഖൂഹൻ വലാ തസ്അൽ തഅന്നുതൻ, അറിയാൻ വേണ്ടി ചോദിക്ക്, ദുശ്ശാഠ്യത്തിൽ ചോദിക്കല്ലേ. തുടർന്ന് അലി റളിയല്ലാഹു തആല അൻഹു വദ്ദാരിയാതി ദർവൻ എന്നാൽ അത് കാറ്റാണെന്നും ഫൽഹാമിലാത്തി വിഖ്റൻ എന്ന് പറഞ്ഞാൽ അത് കാർമുകിലുകളാണെന്നും ഫൽജാരിയാത്തി യുസ്റൻ എന്ന് പറഞ്ഞാൽ അത് കപ്പലുകളാണെന്നും ഫൽ മുഖസ്സിമാത്തി അമ്രൻ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണെന്നുമൊക്കെ അയാൾക്ക് പറഞ്ഞു നൽകി എന്നാണ്. ഇതുപോലത്തെ ചോദ്യകർത്താക്കൾ വരുമ്പോൾ എല്ലാവരും അലി റളിയല്ലാഹു തആല അൻഹു
അല്ല. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സലൂനി അൻ കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചോളി. ഫവല്ലാഹി മാ മിൻഹു ആയത്തുൻ ഇല്ല വാന അഅലമു ബിലൈലിൻ നസലത് അം ബിനഹാർ ബിസഹ്ലിൻ അം ബിജബൽ. അള്ളാഹിൻ്റെ കിതാബിനെ കുറിച്ച് എന്നോട് ചോദിച്ചോളി. അള്ളാഹുവാണ് സത്യം. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുമില്ല അത് രാത്രിയാണോ ഇറങ്ങിയത് പകലാണോ ഇറങ്ങിയത് എന്ന് ഞാൻ അറിയാതെ, അത് പർവ്വതത്തിലാണോ ഇറങ്ങിയത് അതല്ല താഴ്ന്ന പ്രദേശങ്ങളിലാണോ ഇറങ്ങിയത് എന്ന വിവരം ഞാൻ അറിയാതെ. വിശുദ്ധ ഖുർആനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ചോദ്യകർത്താവിനെ തിരുത്തി ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ എല്ലാവരും അലി റളിയല്ലാഹു തആല അൻഹു പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യകർത്താക്കൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ പറയാതിരിക്കുക എന്നുള്ളത് ദീൻ മറച്ചു പിടിക്കലോ അറിവ് മൂടിവെക്കലോ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത്. ഈ ആയത്തിൻ്റെ പരിധിയിൽ പണ്ഡിതന്മാർ സംസാരിക്കുന്ന മറ്റൊരു മസ്അലയാണ് ഫത്വ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ഫത്വ ചോദിക്കപ്പെടുമ്പോൾ ചില പണ്ഡിതന്മാർ ലാ അദ്രി എന്ന് എനിക്കറിയില്ല എന്ന് മറുപടി നൽകാറുണ്ട്. ചിലർ തന്നോട് ചോദിച്ചാൽ മറ്റുള്ളവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈ അറിവ് മൂടിവെക്കുക, ദീനിനെ മറച്ചു പിടിക്കുക എന്നതിൻ്റെ പരിധിയിൽ പെടുമോ? ഇമാം ആമിറു ഷഅബി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ മസ്അല ചോദിച്ചു. ഇമാം ഷഅബി പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല എന്ന്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളോട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെയും ലാ അദ്രി എന്നാണ് താങ്കൾ പറയുന്നത്, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജയാണ്. അപ്പോൾ ഇമാം ആമിറു ഷഅബി പറഞ്ഞത് ലാകിന്ന മലായികത്തർ റഹ്മാൻ ലം യസ്തഹ്യു ഇദ് സുഇലു അമ്മാ ലാ ഇൽമ ലഹും ബി. തങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല. മലക്കുകൾ പറഞ്ഞത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്നാണ്. അറിവില്ലാത്തത് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയാൻ മലക്കുകൾക്ക് ലജ്ജ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇമാം ആമിറു ഷഅബിയുടെ ആ ലാ അദ്രി എന്ന പ്രയോഗം, അതേപോലെ അള്ളാഹു ആലം എന്ന് പറയൽ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വിദൂര നാട്ടിൽ നിന്ന് 40 മസ്അലകളുമായി വന്ന് ചോദ്യം ചോദിച്ചു. ആ 40ൽ 4 മസ്അലകൾക്കാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. 36 മസ്അലകളോട് അള്ളാഹു ആലം എന്ന് ചൊല്ലി പ്രതികരിക്കുകയാണ് ചെയ്തത്. ചോദ്യകർത്താവായി വന്ന ആൾ തന്നെ ചൂളിപ്പോയി. വിദൂരതയിൽ നിന്ന് താങ്കളെ തേടിയാണ് ഞാൻ വന്നത്, എന്നിട്ട് നിങ്ങൾ അള്ളാഹു ആലം എന്നാണോ പറയുന്നത്? എന്നെ നാട്ടുകാർ താങ്കളുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി അയച്ചതാണ്. ഞാൻ മടങ്ങി അവരോട് എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തഖൂലു ലഹും ഇന്ന മാലികൻ യഖൂലു അല്ലാഹു ആലം. ഇമാം മാലിക് അല്ലാഹു ആലം എന്നാണ് പറഞ്ഞത് എന്ന് അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. ഇവിടെ ചോദിക്കുമ്പോൾ അല്ലാഹു ആലം എന്ന് പറഞ്ഞത്, അതേപോലെ ലാ അദ്രി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച അറിവ് മൂടിവെക്കുന്നതിൻ്റെയും ദീൻ മറച്ചു പിടിക്കുന്നതിൻ്റെയും വിഷയമല്ല. ഇത് അറിവില്ലാത്തത് ചോദിച്ചാൽ അറിവില്ല എന്ന് പറയുന്ന വിഷയമാണ്. അറിവില്ലാത്തതിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. മൻസു ഇല അൻ ഇൽമിൻ യഅലമുഹു ഫലിയഖുൽ ബി. അറിവുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് പ്രഖ്യാപിക്കണം, പറയണം. വമൻ ലം യകുൻ ഇൻദഹു ഇൽമുൻ ഫലിയഖുൽ. അറിവില്ലാത്തത് ചോദിക്കപ്പെട്ടാൽ ഫലിയഖുൽ അല്ലാഹു ആലം, അല്ലാഹു ആലം എന്ന് പറയണം. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല ലിമാ ലാ യഅലം അല്ലാഹു ആലം. അറിയാത്തതിൽ അല്ലാഹു ആലം എന്ന് പറയൽ ഇൽമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ് ഈ തത്വം പഠിപ്പിക്കുകയുണ്ടായത്. ഇതുപോലെ മറ്റൊരു വിഷയമാണ് ഒരാൾ ചോദിച്ചു വന്നാൽ മറ്റുള്ളവരിലേക്ക് ചൂണ്ടി അവരോട് ചോദിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിഷയം. ഒരു വിഷയം പറയാൻ യോഗ്യൻ, തന്നേക്കാൾ പ്രാപ്തൻ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കപ്പെടുന്നവൻ അയാളോട് ചോദിക്കാൻ നിർദ്ദേശിക്കുന്നത് തനിക്കറിവുള്ള വിഷയമാണെങ്കിലും അത് പൂഴ്ത്തിവെക്കലും മൂടിവെക്കലുമാണ് എന്ന് വിധിക്കപ്പെടാവതല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഒരു രചന തന്നെയുണ്ട്, ഫത്വയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചന. അതിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല എന്ന താബി പണ്ഡിതനെ ഉദ്ധരിച്ച് പറയുന്നത്, അദ്റക്തു 20 വമിഅ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് യുസ്അലു അഹദുഹും അനിൽ മസ്അല ഫയറുദ്ദുഹാ ഹാദാ ഇലാ ഹാദാ വഹാദാ ഇലാ ഹാദാ ഹത്താ തർജിഅ ഇലൽ അവ്വൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് 120 പേരെ ഞാൻ മസ്ജിദിൽ കണ്ടു. ആ 120 സഹാബികളിൽ ഒരാളോട് ചോദിക്കപ്പെടും ഒരു മസ്അലയെക്കുറിച്ച്.
അപ്പോൾ ചോദിക്കപ്പെടുന്ന വ്യക്തി ആ മസ്അല മറ്റൊരു സഹാബിയിലേക്ക് മടക്കും. ആ മടക്കപ്പെട്ട സഹാബി മറ്റൊരാളിലേക്ക് മടക്കും. അങ്ങനെ 120 ആളുകളെ താണ്ടി ആ മസ്അല ഹത്താ തർജിഅ ഇലൽ അവ്വൽ, ആദ്യം ചോദിക്കപ്പെട്ട വ്യക്തിയിലേക്ക് തന്നെ മടങ്ങുമായിരുന്നു എന്നാണ്. ഒന്ന്, ഫത്വ പറയുന്ന വിഷയത്തിലുള്ള ഗൗരവം. 2, ചോദിക്കപ്പെട്ട വിഷയത്തിൽ മറുപടി പറയാൻ പ്രാപ്തരായവർ ഉണ്ട് എങ്കിൽ അവരിലേക്ക് നിർദ്ദേശിക്കുവാനും അവരിലേക്ക് അയക്കുവാനും സന്നദ്ധനാകുമ്പോൾ അതൊരിക്കലും അറിവ് മൂടിവെക്കലോ മറച്ചു പിടിക്കലോ അല്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഫത്വ ചോദിക്കപ്പെട്ടാൽ ചോദിക്കപ്പെട്ട വ്യക്തി ഫത്വ നൽകൽ നിർബന്ധ ബാധ്യതയാകുന്ന സന്ദർഭമുണ്ട്. അതെപ്പോഴാണ്? അല്ലാ യൂജദ ഫിന്നാഹിയതി ഗൈറുഹു മിമ്മൻ യതമക്കനു മിനൽ ഇജാബ, ആ ഭാഗത്ത് ഉത്തരം നൽകാൻ കഴിയുന്ന മറ്റൊരാൾ ഇല്ലാതിരിക്കലാണ്. അപ്പോൾ ചോദിക്കപ്പെടുന്നവൻ തന്നെ ഉത്തരം നൽകൽ നിർബന്ധമാണ്. എന്നാൽ മറ്റൊരാൾ ഉണ്ടായാലോ അവിടെ മറ്റുള്ളവരിലേക്ക് നിശ്ചയിക്കാവുന്നതാണ്, നിയോഗിക്കാവുന്നതാണ്. അതിനാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ച അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈലയുടെ ആ അനുഭവം തെളിവായി വരുന്നത്. ചോദിക്കപ്പെടുന്നവൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാകുന്ന മറ്റൊരു അവസ്ഥ അയ്യക്കൂനൽ മസ്ഊലു ആലിമൻ ബിൽ ഹുക്മി ബിൽ ഫേൽ, ചോദിക്കപ്പെടുന്നവൻ ചോദിക്കുന്ന വിഷയത്തിലുള്ള ഹുക്കുമിനെക്കുറിച്ച് യഥാർത്ഥ അറിവുള്ളവനാവുക എന്നുള്ളതാണ്. അറിവില്ലാത്തവനാണ് എങ്കിൽ ഒരിക്കലും ഉത്തരം പറയാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല. അറിവുണ്ടോ അയാൾ പറയാൻ ബാധ്യസ്ഥനായി. 3-ാമത്തെ കാര്യം അല്ലാ യംനഅ മിൻ വുജൂബിൽ ജവാബി മാനിഉൻ, ഉത്തരം നൽകൽ നിർബന്ധമാകുന്നതിന് തടസ്സമാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ഫത്വ എന്ന് പറഞ്ഞാൽ സംഭവിച്ച ഒരു വിഷയത്തിൽ മതവിധി ചോദിക്കപ്പെടലും അത് നൽകലുമാണ്. സംഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ ചോദ്യകർത്താവിന് യാതൊരു ഫലവുമില്ലാത്ത ഗുണവുമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ അതൊന്നും ഉത്തരം പറയൽ നിർബന്ധമായിട്ടുള്ളൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം തടസ്സങ്ങളുണ്ട് എങ്കിൽ അവിടെ ഉത്തരം നൽകൽ ചോദിക്കപ്പെടുന്നവൻ്റെ മേൽ ബാധ്യതയാവുകയില്ല എന്നുള്ളതാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ എന്ന വചനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സത്യസന്ദേശങ്ങളായ മതജ്ഞാനങ്ങളും മൂടിവെക്കുന്ന വിഷയം പറയുമ്പോൾ, ഫത്വ ചോദിക്കപ്പെടുമ്പോൾ ലാ അദ്രി എന്ന മറുപടി നൽകുന്ന, അല്ലാഹു ആലം എന്ന മറുപടി നൽകുന്ന, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഫത്വ ചോദിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതറിയാനാണ് ഞാൻ ഈ ഒരു മസ്അല ഇവിടെ ഉണർത്തുകയുണ്ടായത്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു മസ്അലയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങിക്കാമോ പ്രതിഫലം കൊള്ളാമോ എന്നുള്ള വിഷയം. ചില ഫുഖഹാക്കൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാകട്ടെ ദീൻ പഠിപ്പിക്കലാകട്ടെ അതിനൊക്കെ കൂലി വാങ്ങുന്നത്, കൂലിക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് ദീൻ പഠിപ്പിക്കുന്നത് നിഷിദ്ധമാണ് എന്നതിന് നമ്മുടെ ഈ ആയത്താണ് തെളിവ് ധരിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞത് ഈ ആയത്ത് മതവിഷയങ്ങളും മതവിജ്ഞാനങ്ങളും പ്രകടമാക്കണം, പ്രചരിപ്പിക്കണം, മൂടിവെക്കാനും പൂഴ്ത്തിവെക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ എന്നതിലൂടെ. അപ്പോൾ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ് താൻ അറിഞ്ഞത് നിർവഹിക്കുക എന്നുള്ളത്, താൻ പഠിച്ചത് പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ മേൽ ബാധ്യതയായ ഒരു വിഷയത്തിന് കൂലി വാങ്ങുക, പ്രതിഫലം കൊള്ളുക എന്നത് അനുവദനീയമല്ല. തൻ്റെ മേൽ ബാധ്യതയായ വിഷയമാണ് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ നിസ്കരിക്കുന്നതിന് കൂലി സ്വീകരിക്കുന്നത് പോലെയാണ് പഠിപ്പിക്കുന്നതിനും പറയുന്നതിനും കൂലി വാങ്ങുക എന്ന രീതിയിലാണ് ഫുഖഹാക്കളിൽ ചിലർ ഈ ആയത്ത് കൊണ്ട് ഈ ഒരു മസ്അല അവതരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ഹനഫി മദ്ഹബിൽ വിശിഷ്യ പൂർവികർ ഈ ഒരു കടുത്ത നിലപാടുകാരാണ്. ഹംബലി മദ്ഹബിലെയും പല ഫുഖഹാക്കൾക്കും ഈ ഒരു അഭിപ്രായമാണുള്ളത്. വിശിഷ്യ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങൽ നിരുപാധികം അനുവദനീയമല്ല, ഇതാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് മാലിക്കി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും ഫുഖഹാക്കൾ ഈ അഭിപ്രായക്കാരാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി സ്വീകരിക്കൽ അനുവദനീയമാണ് എന്ന അഭിപ്രായമുള്ളവർ. ദാഹിരിയ മദ്ഹബിൻ്റെ ഫുഖഹാക്കളും ഈ അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും പിൽക്കാലക്കാരായ ചില ഹനഫി ഫുഖഹാക്കളും ഹാജത്തിനും ദറൂറത്തിനും
ഖുർആൻ പഠിപ്പിക്കുകയായാൽ കൂലി വാങ്ങാം എന്നുള്ളയിടത്താണ്. ഒരാൾക്ക് ആവശ്യമാണ് എങ്കിൽ, അനിവാര്യമാണ് എങ്കിൽ കൂലി വാങ്ങാം, അതില്ല എങ്കിൽ കൂലി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാട്. ഇവിടെ ശരിയുടെ പക്ഷം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. കൂലി വാങ്ങൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവിടുത്തെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞൊരു വചനം കേൾപ്പിച്ചതിന് ശേഷം അനുവദനീയം എന്നതിൻ്റെ തെളിവ് എന്തെന്നതിലേക്ക് നമുക്ക് വരാം. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അമ്മ തഅലീമുൽ ഖുർആൻ വൽ ഇൽം ബിഗൈരി ഉജ്റത്തിൻ ഫഹുവ അഫ്ദലുൽ അഅമാൽ വ അഹബ്ബുഹാ ഇലല്ലാഹ്. ഖുർആൻ പഠിപ്പിക്കുക, മറ്റ് അറിവുകൾ പഠിപ്പിക്കുക എന്നത് എങ്ങനെ കൂലി വാങ്ങാതെ, കൂലിയില്ലാതെ, അത് ഏറ്റവും ശ്രേഷ്ഠവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ കർമ്മമാകുന്നു. വഹാദ മിമ്മ യുഅലമു ബിൽ ഇർത്തിറാർ മിൻ ദീനിൽ ഇസ്ലാം. ദീനിൽ അനിവാര്യമായും അറിയപ്പെട്ട വിഷയമാണത്. കൂലിയില്ലാതെ പഠിപ്പിക്കൽ ശ്രേഷ്ഠകർമ്മമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് എന്ന വിഷയം. വസഹാബത്തു വത്താബിഊൻ വതാബിഉ താബിഈൻ വഗൈറുഹും മിനൽ ഉലമാഇൽ മശ്ഹൂരീൻ ഇൻദൽ ഉമ്മത്തി ബിൽ ഖുർആനി വൽ ഹദീസ് വൽ ഫിഖ്. സഹാബത്ത്, താബിഉകൾ, തബഉ താബിഈങ്ങൾ, മറ്റു പ്രസിദ്ധരായ ഉലമാക്കളൊക്കെ ഇന്നമാ കാനു യുഅല്ലിമൂന ബിഗൈരി ഉജ്റ, കൂലിയൊന്നും പറ്റാതെയായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. വലം യകും ഫീഹിം മൻ യുഅല്ലിമു ബി ഉജ്റത്തിൻ അസ്ലൻ, കൂലിക്ക് പഠിപ്പിക്കുന്നവർ അവരിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്. എന്നാൽ ഒരാൾ പഠിപ്പിച്ചു, അതിന് കൂലി വാങ്ങി, എന്നാൽ അത് നിഷിദ്ധമാണെന്ന് പറയാമോ? അങ്ങനെ വിധിക്കാൻ പാടുള്ളതല്ല. കൂലി വാങ്ങൽ അനുവദനീയമാണെന്നതിന് പല തെളിവുകളിൽ ഏറ്റവും തെളിഞ്ഞ തെളിവും ഉദാഹരണവും സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ്. തിരുസവിധത്തിലേക്ക് ഒരു മഹദി വരികയും അവരെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുവാൻ ഒരുക്കമാണെന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതികരിക്കാതെ മൗനത്തിൽ തലതാഴ്ത്തി നിന്നപ്പോൾ സഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ്, തിരുദൂതരെ, താങ്കൾക്ക് അവരെ ആവശ്യമില്ല എങ്കിൽ അവരെ എനിക്ക് വിവാഹം ചെയ്തു തരൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ സഹാബി അങ്ങനെ പറഞ്ഞപ്പോൾ ഹൽ ഇൻദക മിൻ ഷൈഇൻ തുസ്ദിഖുഹാ ഇയ്യാഹ്, ആ മഹദിക്ക് മഹർ നൽകാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ്, കുടുംബത്തിൽ പോയി നോക്കാൻ. അയാൾ പോയി നോക്കി വന്നു, ഒന്നുമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംബുർ ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, പോയി അന്വേഷിക്കൂ, ഇരുമ്പിൻ്റെ ഒരു മോതിരമെങ്കിലും. അയാൾ പോയി മടങ്ങി വന്നു, ഇല്ല എന്നറിയിച്ചു. പക്ഷെ അയാൾ പറഞ്ഞു, ഹാദ ഇസാരി ഫലഹാ നിസ്ഫു, ഇതാ എൻ്റെ ഉടുമുണ്ട്, അതിൻ്റെ പകുതി ഞാൻ അവർക്ക് മഹറായി നൽകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തസ്നഉ മിൻ ബി ഇസാരിക് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇസാർ കൊണ്ട് എന്ത് ചെയ്യും? അത് മുറിച്ചാൽ താങ്കൾക്കും തികയില്ല, അവൾക്കും തികയില്ല. അതോടുകൂടി ആ വ്യക്തി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മഅക മിനൽ ഖുർആൻ, താങ്കളുടെ കൂടെ ഖുർആൻ പഠിച്ചത് എന്തുണ്ട് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ ഈ സൂറത്തു ഖദ വസൂറത്തു ഖദ എന്ന് പറഞ്ഞപ്പോൾ അതഖറഉഹുന്ന അൻ ബഹ്രി ഖൽബിക്, മനപ്പാഠം അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അയാൾ അതെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബ് ഫഖദ് സവ്വജ്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, താങ്കൾ പഠിച്ച ഖുർആൻ അത് മഹറാക്കി അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാണ്. ചില നിവേദനങ്ങളിൽ ഫഖദ് സവ്വജ്തുകഹാ ഫഅല്ലിംഹാ മിനൽ ഖുർആൻ, അവർ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, അതിനാൽ അവരെ ഖുർആൻ പഠിപ്പിക്കുക. ചില നിവേദനങ്ങളിൽ ഫഅല്ലിംഹാ 20 ആയത്തൻ വഹിയ ഇംറഅതുക്, 20 ആയത്തുകൾ പഠിപ്പിക്കുക, മഹദി നിന്റെ ഭാര്യയാകുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു നൽകി എന്നാണ്. ഇവിടെ ഖുർആൻ പഠിപ്പിക്കലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറിൻ്റെ സ്ഥാനത്ത് നിശ്ചയിച്ചു. അപ്പോൾ അത് കൂലി വാങ്ങുന്നത് പോലെയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങാമെന്നതിന് പ്രധാനമായും പണ്ഡിതന്മാർ ഉദ്ധരിച്ച തെളിവാണ് ഈ ഒരു സംഭവം. വേറെയും തെളിവുകൾ അവർ ഉപോത്ബലകമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് എന്ന ആയത്തോതി ഖുർആൻ പഠിപ്പിക്കൽ, അറിവ് പഠിപ്പിക്കൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ്, ഖുർബത്താണ്, ആരാധനയാണ്, പുണ്യമാണ്. ആരാധനാകർമ്മങ്ങൾക്കും പുണ്യങ്ങൾക്കും പകരമായി കൂലി പറ്റാൻ പാടില്ലല്ലോ, അതുപോലെ ഖുർആൻ പഠിപ്പിക്കാനും കൂലി പറ്റാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത് എന്ന നിലക്ക് ഈ വിഷയത്തെ വിശദീകരിച്ചവരുടെ നിരീക്ഷണം, ആ വീക്ഷണം അത് സൂക്ഷ്മമല്ല എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്.
ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്ന മറ്റൊരു മസ്അലയാണ് അറിവ് പൂഴ്ത്തി വെക്കുന്നവർ, ദീൻ മറച്ചു പിടിക്കുന്നവർ, അവർ ശാപാർഹരാണ്, അവർ ശപിക്കപ്പെടും എന്നുള്ള വിഷയം. അപ്പോൾ അറിവ് പകരുന്നവർ, അറിവ് പകർത്തുന്നവർ, ദീൻ വ്യക്തമാക്കുന്നവർ അവർക്കെന്ത് എന്നുള്ളത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്, മഫ്ഹൂമാണ്. അതുകൊണ്ടാണ് ചില മുഫസ്സിരീങ്ങൾ അറിവ് പഠിപ്പിക്കുന്നവരുടെ മഹത്വം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്തുന്നതും ഉദ്ധരിക്കുന്നതും. അറിവ് മൂടിവെക്കുന്നവരും പൂഴ്ത്തുന്നവരും എല്ലാവരാലും ശാപാർഹരാണ് എങ്കിൽ അറിവ് പഠിപ്പിക്കുന്നവരും പകർത്തുന്നവരും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവരാണ്, ബഹുമാനിക്കപ്പെടുന്നവരാണ് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖൈസ് ഇബ്നു കസീർ എന്നവർ പറയുകയാണ്, ഞാൻ അബൂദർദ റളിയല്ലാഹു തആലാനോടൊപ്പം ദിമഷ്കിലെ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ആഗതനായി. അദ്ദേഹം അബൂദർദായിനെ വിളിച്ചുകൊണ്ട്, യാ അബൂദർദ ഇന്നി ജീഅ്തുക മിൻ മദീനത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്നാണ് താങ്കളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അബൂദർദ ചോദിച്ചു, മാ അഖ്ദമക യാ അഖി, താങ്കൾ എന്തിനാണ് വന്നത് സഹോദര? അപ്പോൾ ആഗതൻ, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് പറയുന്നു എന്ന വിവരം എനിക്ക് കിട്ടി. ആ ഹദീസിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അബൂദർദ, അമാ ജീതലി ഹാജത്തിൻ, മറ്റൊരാവശ്യവും താങ്കൾക്കില്ലേ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ദിമഷ്കിലേക്ക് വരാൻ? അപ്പോൾ ആഗതൻ, ഇല്ല. അപ്പോൾ അബൂദർദ വീണ്ടും, അമാ ഖദിംതലി തിജാറത്തിൻ, കച്ചവടത്തിന് വന്നതല്ലേ താങ്കൾ? ആഗതൻ, ല, അല്ല, മാ ജിഇതു ഇല്ലാ ഫീ തലബി ഹാദൽ ഹദീസ്, ഈ ഹദീസ് ചോദിച്ചാണ് മാത്രമാണ് ഞാൻ വന്നത്. അബൂദർദ റളിയല്ലാഹു തആല അൻഹു തിരുദൂതരിൽ നിന്ന് കേട്ട ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുകയാണ്. മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ മിൻ തുറുഖിൽ ജന്ന, ഇൽമ് അന്വേഷിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിക്കുന്നവൻ, അവന് സ്വർഗത്തിൻ്റെ വഴികളിൽ ഒരു വഴി അള്ളാഹു തരപ്പെടുത്തും, എളുപ്പമാക്കും. വ ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യസ്ന, അറിവന്വേഷിക്കുന്നവനോടുള്ള തൃപ്തിയാൽ മലക്കുകൾ അവരുടെ ചിറകുകൾ ആദരപൂർവം വിരിച്ചു വെക്കും. തുടർന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. വ ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ് ഹത്തൽ ഹീതാനു ഫിൽ ബഹർ. വ ഇന്നൽ ആലിം, പണ്ഡിതൻ, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്, ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ, ഹത്തൽ ഹീതാനു ഫിൽ ബഹർ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി, പണ്ഡിതന് വേണ്ടി പൊറുക്കലിനെ തേടും. വഫദ്ലുൽ ആലിമി അലൽ ആബിദ്, ഒരു പണ്ഡിതന് ഒരു ആബിദിനേക്കാൾ ഉള്ള ശ്രേഷ്ഠത കഫദ്ലുൽ ഖമരി ലൈലത്തൽ ബദ്ർ, പൗർണമി രാവിൽ ചന്ദ്രനുള്ള ശ്രേഷ്ഠതയാണ്. അല സായിരിൽ കവാക്കിബ്, ഇതര നക്ഷത്രങ്ങളെക്കാൾ. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, നബിമാരുടെ അനന്തരാവകാശികളാകുന്നു ആലിമീങ്ങൾ. ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കൾ ദീനാറുകളും ദിർഹമുകളും അനന്തരമാക്കിയിട്ടില്ല. വ ഇന്നമാ വറസുൽ ഇൽം, അവർ വിജ്ഞാനത്തെയാണ് അനന്തരമാക്കിയത്. ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദിൻ വാഫിരിൻ, വിജ്ഞാനം സ്വീകരിക്കുന്നവർ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തിൽ നിന്ന് വലിയൊരു അളവ് വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്ന് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി അബൂദർദ കേൾപ്പിക്കുകയുണ്ടായി എന്നാണ്. ആലിം ആളുകളെ പഠിപ്പിക്കുന്നവനാണ്, അറിവ് പകരുന്നവനാണ്, എത്തിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ആദര ബഹുമാനം അത് ആലിമിനുണ്ടായിരിക്കും. പൂഴ്ത്തുന്നവന് ശാപം ഉണ്ടാകുന്നത് പോലെ. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അബു ഉമാം അൽ ബാഹിലിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം ഒരു തിരുമൊഴി, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അറാദീൻ ഹത്തൻ നംലത ഫീ ജുഹ്രിഹാ വ ഹത്തൽ ഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസൽ ഖൈർ. ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായും അള്ളാഹും അള്ളാഹുവിൻ്റെ മലക്കുകളും, വ അഹ്ലസ് സമാവാത്ത്, വാനങ്ങളിലുള്ളവരും, വൽ അറാദീൻ, ഭൂമിയിലുള്ളവരും, ഹത്തൻ നംലത ഫീ ജുഹ്രിഹ, മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ, വഹത്തൽ ഹൂത്ത്, മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂൻ അലാ മുഅല്ലിമിൻ നാസൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് സലാത്ത് നിർവഹിക്കും. അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് അള്ളാഹുവിൻ്റെ പ്രശംസയും പുകഴ്ത്തലുമാണ്. മലക്കുകളിൽ നിന്നുള്ള സലാത്ത്
അള്ളാഹുവിൽ നിന്നുള്ള പുകഴ്ത്തൽ, പ്രശംസയുണ്ടാകാനുള്ള തേട്ടമാണ്. അതുപോലെ തന്നെയാണ് വനങ്ങളിലും ഭുവനങ്ങളിലുമുള്ളവരെല്ലാം ഉറുമ്പുകളും മത്സ്യങ്ങളുമൊക്കെ നിർവഹിക്കുന്നതായ സലാത്ത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, പഠിപ്പിക്കുന്നവർക്ക്, പ്രചരിപ്പിക്കുന്നവർക്ക് എന്ത് എന്നുള്ളത്. മറ്റൊരു തിരുമൊഴിയിൽ മുഅല്ലിമുൽ ഖൈർ യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ ഹത്തൽ ഹിതാൻ ഫിൽ ബിഹാർ. മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിക്കുന്നവൻ, അവന് പൊറുക്കലിനെ തേടും എല്ലാ വസ്തുക്കളും, സമുദ്രാഴിയിൽ മത്സ്യങ്ങൾ വരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. അപ്പോൾ അറിഞ്ഞത് മൂടി വെക്കുന്നവർ ശാപാർഹരാണ് എങ്കിൽ അറിഞ്ഞത് പകർത്തുന്നവരും പറയുന്നവരും പഠിപ്പിക്കുന്നവരും ആദരവിന് പാത്രീഭൂതരാകുന്നവരാണ് എന്നതാണ് നമ്മളെ പ്രമാണവചനങ്ങൾ പഠിപ്പിക്കുന്നത്. വയൽഅനുഹുമുൽ ലാഇനൂൻ എന്നാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗമുള്ളത്. അവിടെ ലാനത്ത് ചൊല്ലുന്നവരും അവരുടെ നേരെ ലാനത്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതിനാൽ ഈ ലാനത്ത് നിർവഹിക്കുന്നവർക്ക് ആരെ ലാനത്ത് ചെയ്യണം, അവരെങ്ങനെ ലാനത്ത് അർഹിക്കുന്നു, ഇതൊക്കെ അറിഞ്ഞ് അർഹരെ മാത്രമായിരിക്കും ലാനത്ത് ചെയ്യുന്നവർ ലാനത്ത് ചെയ്യുക എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടാണ് ഇനി ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു എന്ന് തുടങ്ങിയുള്ള 160-ാം വചനം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നമുക്കിനി ആ വചനവും കുറേ വിഷയങ്ങളും ചരിത്രങ്ങളും വിധികളുമൊക്കെയായി തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Tuned to reality.